തിരിച്ചുവരവാണ്. കാരണം ഈ വർഷം എല്ലാവരുടെ ഒരു തിരിച്ചുവരവിന്റെ കാലമാണല്ലോ. അതുപോലെ ലാലേട്ടനെ പോലെ ദിലീപേട്ടനെ പുച്ഛിച്ച് തള്ളിയവർക്ക് എല്ലാവർക്കും ഇതൊരു തീർത്തും ഒരു മറുപടി തന്നെയാണ്. ദിലീപ് പഴയ ദിലീപ് തന്നെയാണ്. ദിലീപിനെ പഴയ ദിലീപായിട്ട് കിട്ടി. നല്ലൊരു സിനിമയാണ്. ദിലീപേട്ടൻ്റെ കുറേ നാൾക്ക് ശേഷം നല്ലൊരു സിനിമ കാണാൻ പറ്റി, സന്തോഷം. ദിലീപേട്ടൻ്റെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു തിരിച്ചുവരവലെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും സ്നേഹമുള്ളവരാണ് തെങ്കാശക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല. തീർച്ചയായിട്ടും ദിലീപ് തുടരും. ഹായ് ഓൾ, ജിൻസ് കോക്ക്, പ്രിൻസ് ആൻഡ് ഫാമിലി. രാമാനുജൻ ഇവനോട് ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ ഈ സിനിമയുടെ ആദ്യത്തെ സീനിൽ തന്നെ കാര്യം മനസ്സിലായി. എന്തോ കുറെ കളവന്മാരൊക്കെ വന്നിട്ട് വെറുപ്പിക്കല്. ഈ ദിലീപിന്റെ സിനിമകൾ മാത്രം കാണുന്ന എങ്ങനെ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ. അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ജോണി ആന്റണി, അദ്ദേഹത്തിന്റെ കഥാപാത്രവും അദ്ദേഹത്തിന്റെ ഇതിലെ പെർഫോമൻസ്, എന്റെ പൊന്നോ, കോമാളി കഥാപാത്രം. ദിലീപ് സിനിമ വരുമ്പം മാത്രം കാണുന്ന ചില ഈ കാലഹരണപ്പെട്ട കോമഡികളും പരിപാടികളും ഡയലോഗ്സും, എന്താ അതിന്റെ ഏറും കളിയാണ് ഈ സിനിമക്കകത്ത്. മൊത്തത്തിൽ കോമഡി കാണിക്കുമ്പോഴും സോങ്സിലായി കഴിഞ്ഞാലും ടൈമിങ് ആയി കഴിഞ്ഞാലും മൊത്തത്തിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും ആ ഒരു റിഫ്ലക്സും ഒന്നുമില്ല. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. എനിക്ക് തോന്നുന്നത് ഇത്തരം പരിപാടികൾ, എനിക്ക് പേഴ്സണലി എങ്ങനെ തോന്നുന്നത്, ഇദ്ദേഹം ഇനി ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇദ്ദേഹത്തിന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ആളല്ലേ, സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തുകൂടെ?